ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചെക്കൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ്. കാരണം വീഡിയോ പലരുടെ കയ്യിലായിട്ടായിരുന്നു. അവിടെ നിന്നൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്കിനും കുറച്ച് ലേറ്റായി. പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടൊക്കെയാണ് ലേറ്റായത്. ഇവൻ്റെ 1-ാം വയസ്സ് പിറന്നാളിൻ്റെ തലേദിവസം കിട്ടിയ അതേ പണി നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല മഴയും അതുപോലെ തന്നെ കറണ്ടും ഇല്ല. ഇപ്രാവശ്യം നമ്മൾ വീടിനകത്താണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒത്തിരി പേരെ ഒന്നും വിളിച്ചിട്ടില്ല. നമുക്ക് അത്യാവശ്യം നമ്മുടെ ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതുപോലെ ചെറിയൊരു ഫംഗ്ഷനാണ്, ഒത്തിരി വലിയ ഫംഗ്ഷനൊന്നുമല്ല. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഡെക്കറേഷൻ പരിപാടി തുടങ്ങി. ബലൂൺ വീർപ്പിക്കലും ഒക്കെ ആയിട്ട് പുറത്ത് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടികളൊക്കെ പുറത്ത് നടക്കുകയാണ്. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയത്. ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഫുഡൊക്കെ സെറ്റാക്കി തന്നത്. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിയാനായിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായത് കേക്കിൻ്റെ കാര്യത്തിലായിരുന്നു. കാരണം കേക്ക് നമുക്ക് തലേദിവസമേ വന്നിട്ടുണ്ടായിരുന്നു. മാമൻ്റെ വീട്ടിലായിരുന്നു കേക്ക് വെച്ചിരുന്നത്. പക്ഷേ അവിടെയും കറണ്ട് ഇല്ലായിരുന്നു. ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയായി തീരുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് തോന്നുന്നു വീട്ടിൽ കൊച്ചിനും കേക്കിനും മാത്രമേ ഉള്ളായിരുന്നു ടെൻഷൻ ഇല്ലാതിരുന്നത്. ഭാഗ്യത്തിന് നമ്മൾ കേക്ക് എടുത്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കേക്കിന് നല്ല അടിപൊളി കേക്കായിരുന്നു. ഞങ്ങളുടെ ചിറ്റയുടെ മോൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ കേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിലുമാണ് അവരുണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് കട്ടിംഗ് ആണ്. പക്ഷേ കേക്ക് കട്ട് ചെയ്ത പ്ലേസിന് ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ നേരത്തെ വൈകിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നത് വീടിനകത്താണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് വീടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ്. കാരണം കറണ്ട് ഇല്ലായിരുന്നു. തലേദിവസം വൈകിട്ട് പോയ കറണ്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് 2-3 മണിക്കൂർ കൊണ്ട് അകത്ത് ചെയ്ത പരിപാടി 2 മിനിറ്റ് കൊണ്ട് നമ്മൾ വെളിയിലെല്ലാം പെട്ടെന്ന് മാറ്റി ഒട്ടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിനെല്ലാവരും കേക്കൊക്കെ കൊടുത്ത് ഗിഫ്റ്റും ഒക്കെ കൊടുത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ റൈസും ചിക്കനും ആയിരുന്നു. പിന്നെ അത് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ അവന് സൈക്കിള് ഗിഫ്റ്റ് കിട്ടിയതാണ്. ചേട്ടൻ്റെ അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ വെളിയിലിറക്കിയപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടികൾ പുറകെ ഇരിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെ കയറ്റി ഇരുത്തുകയും കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. വണ്ടി ഓടിക്കടാ, ഇത് ആരാ ഓടിക്കുന്നത്? നീ അല്ലേ വണ്ടി ഓടിക്കുന്നത്? എന്നിട്ടും നമ്മുടെ കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോഴത്തേക്കിനും നമുക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറേ ഗിഫ്റ്റ് കിട്ടി. നല്ല അടിപൊളി ഗിഫ്റ്റൊക്കെയാണ്. പക്ഷേ ചെറുക്കൻ്റെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അവനെല്ലാം തവിട് പൊടിയാക്കും. കുറേ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പോലത്തെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞൊരു മൈക്കും ഒരു സ്പീക്കറും അവന് പറ്റിയ അവൻ്റെ സൈസിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ ചെറിയൊരു ഗാനമേളയോട് കൂടി നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇനി കണ്ണീരൊന്നും മനപ്പുഴും നോവും